Good evening, എല്ലാവർക്കും ആന്റണി ഫിബിലാലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്ര ആരോഗ്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കൂടെ ഇരുന്ന് ചിന്തിക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആ വിഷയം നമുക്ക് ഇങ്ങനെ പറയാം: അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യർ, ആഹാരമാണ് മരുന്ന്. അപ്പൊ ആഹാരമാണ് മരുന്ന് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ സമഗ്ര ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയത്തെയാണ് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ആഹാരമാണ് മരുന്ന്. ഇന്നത്തെ നമ്മുടെ രീതികൾ അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. എന്തായിരിക്കും അതിന്റെ പ്രോബ്ലം എന്ന് നമ്മൾ നോക്കിയാൽ കഴിക്കുന്ന ഫുഡിന്റെ കലോറി, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ്, ഇതിന്റെ എല്ലാം ഘടനയെന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. നമ്മളറിയാതെ തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മളെ ആരൊക്കെയോ പ്രോത്സാഹിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോംസ് അതിനൊരു പ്രധാന കാരണമാണ് ഫുഡ് കഴിക്കണമെന്നും, ഫുഡ് നിർത്താതെ കഴിക്കണമെന്നും, രുചികരമായ ഫുഡ് കഴിക്കണമെന്നും, ആ രുചിയിൽ എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചേരുവകൾ അതിൻ്റെ അകത്ത് ചേർക്കാമെന്നും എല്ലാം കൃത്യമായിട്ട് രുചിയുടെ ഒരു ശാസ്ത്രം തന്നെ ഉണ്ട്. അപ്പൊ ആ രുചിയുടെ ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കലോറി ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്? എങ്ങനെ നമുക്ക് അതിനെ നിയന്ത്രിക്കാം? നമുക്കറിയാം 3 നേരത്തെ ഭക്ഷണവും ഒരുപക്ഷെ 2 സ്നാക്കുമാണ് നമ്മൾ കഴിക്കുന്നത്. 3 നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഒരു ഡിന്നർ, പിന്നെ അതിൻ്റെ കൂടെ 2 സ്നാക്സ്. പക്ഷെ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് നമ്മളുടെ ഡെയിലി ഇൻടേക്ക് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. കാരണം നമ്മുടെ മേശപ്പുറമാണെങ്കിലും അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ആണെങ്കിലും അടുക്കളയാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ അറിയാതെ ഭക്ഷണം അല്ലെങ്കിൽ രുചികരമായ ആ വിഭവങ്ങൾ നമ്മളെ മാടി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാനുള്ള ഒരു ആഗ്രഹവും കഴിക്കണമെന്നൊരു തോന്നലും ഒക്കെ കൂടും. അതിനനുസരിച്ച് നമ്മുടെ ശരീരവും കൂടും. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാവുന്നതിലധികം ഭക്ഷണം നമ്മൾ ഇൻടേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഒരു അവയർനെസ്സിന്റെ തലത്തിൽ നിന്ന് എങ്ങനെ ഒന്ന് പരിഹരിക്കാം? തന്നെയുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ സ്റ്റൈൽ, രീതി, അല്ലെങ്കിൽ ഫുഡിന്റെ സ്റ്റഫ് എന്താണെന്നുള്ളത് വലിയ പ്രാധാന്യം. നമുക്കറിയാം, ആസിഡിക് എന്നും ആൽക്കലൈൻ എന്നും 2 സ്വഭാവങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. പൊതുവെ നമ്മുടെ ഒരു ആൽക്കലൈൻ മോഡിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് ആൽക്കലൈൻ ആണ്, നമ്മളുടെ ശരീരത്തിലുള്ള വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആൽക്കലൈൻ, എല്ലാം ആൽക്കലൈൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആൽക്കലൈൻ ആണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്ര കൃത്യമായിട്ട് നമുക്ക് ആൽക്കലൈൻ ആണോ അല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പൊ നമ്മുടെ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ആൽക്കലൈൻ ഫുഡാണോ അതോ അസിഡിക് ഫുഡ് ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന അധികവും സാധനങ്ങളും ഒരു അസിഡിക് നേച്ചർ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ പൂർണ്ണമായിട്ടും അതിന് വിപരീതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അതിനെയും കൂടെ കറക്റ്റ് ചെയ്യണം. അപ്പൊ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ടൈറ്റിൽ അനുസരിച്ച് ആഹാരമാണ് മരുന്ന്. മരുന്നിന് പകരം നമുക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ അത് മരുന്നായിട്ട് അത് പരിവർത്തിക്കും. ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാകും. പിന്നെ നമ്മുടെ അടുക്കളയാണ് ആശുപത്രി അടുക്കളയാണ്. അപ്പം അവിടെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തും. പിന്നെ നമ്മുടെ വൈദ്യൻ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ എന്ന് പറയുമ്പോൾ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആ അമ്മ തന്നെ.
അപ്പൊ അത്രമാത്രം കൃത്യതയോടെ നമുക്ക് നമ്മളുടെ ദിനചര്യകളെ ഒന്ന് ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രയോജനകരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യർ, ആഹാരമാണ് മരുന്ന്. അപ്പൊ ഈ 3 ഘടകങ്ങളിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ സ്വല്പം ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രാധാന്യമുള്ളത് ആഹാരമാണ് മരുന്ന്. ആഹാരം മരുന്നിന്റെ രൂപത്തിലാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ അടുക്കളയുടെ ശ്രദ്ധയും, അല്ലെങ്കിൽ അടുക്കളയിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടോ അതാണ് ആഹാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുക്കളയിൽ അത് പാകം ചെയ്യുന്ന വ്യക്തിയുടെ ശ്രദ്ധയാണ് ഒരു വൈദ്യരുടെ അവസ്ഥ. അപ്പൊ ഈ 3 തലം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സമീകൃതമായ ആഹാരം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ സമീകൃതമായ ഒരു ആഹാരത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആഹാരത്തെ മരുന്നായി മാറ്റാൻ പറ്റും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് അതിൽ സാധ്യമാകുമെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. സമീകൃതമായ ആഹാരം. അപ്പൊ എന്താണ് സമീകൃതമായ ആഹാരം എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സമീകൃതമായ ആഹാരം? പല രീതിയിൽ നമുക്ക് സമീകൃത ആഹാരത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയാം. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ചില കണ്ടീഷൻസ് പറയാറുണ്ട്. ഒന്ന് അന്നജം, കൊഴുപ്പ്, അതുപോലെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, ഫൈറ്റോ കെമിക്കൽസ്, ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ, ഇവയെല്ലാം ചേർന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സമീകൃത ആഹാരത്തിന്റെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അപ്പം ഭക്ഷണം സമീകൃതമായിരിക്കണം. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ചെറിയ ചെറിയ ചർച്ചകളാണ്. തീർച്ചയായിട്ടും എന്നോടൊപ്പം നിങ്ങളും ചർച്ചയിൽ കൂടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ്? നമുക്ക് നോർമലി നമുക്കൊരു റേഷ്യോ ഉണ്ട്. ബോഡി പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റുമാണ് നമ്മളുടെ ഫുഡിന്റെ അകത്ത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂൻസ്. അപ്പൊ ഈ റേഷ്യോയെ നമുക്കൊന്ന് റീഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരു ടൈലർ മെയ്ഡ് ഫോർമുലയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ശരീരം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു റേഷ്യോ നമുക്ക് ഫിക്സ് ചെയ്യാം. കാർബോഹൈഡ്രേറ്റ്സിന്റെ, പ്രോട്ടീന്റെയും ഫാറ്റിന്റെയും റേഷ്യോ. നോർമലി നമുക്ക് ഉപയോഗിക്കാവുന്ന റേഷ്യോ ആദ്യം കാണിച്ചതാണ്. 40 to 60% കാർബോഹൈഡ്രേറ്റ്സ്, then nearly 10 to 35% protein and 20 to 35% ഫാറ്റ്. ഇതാണ് സാധാരണ ഒരു രീതി. ഇങ്ങനെയാണ് നമ്മൾ നോർമലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ല ആരോഗ്യ ദൃഢഗാത്രൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യുന്ന, ശാരീരികമായ അസുഖങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു റേഷ്യോ സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യാറ്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ, നമ്മുടെ അവസ്ഥയിൽ ഒന്നുകിൽ ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അമിതമായ വെയിറ്റ് ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇപ്പോഴുള്ള വെയിറ്റിനേക്കാളും കുറയ്ക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു 80% ആളുകളായിരിക്കും ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ ഉൾപ്പെടെ. പക്ഷെ ചുരുക്കം അല്ലാത്തവരുണ്ട്. വളരെ കൃത്യമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്, വളരെ കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നവരുണ്ട്, അതെല്ലാം ചെയ്യുന്നവരുണ്ട്. എങ്കിൽ പോലും പൊതുവെ ഇന്നത്തെ ഈ ഭക്ഷണ സംസ്കാരത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വെയിറ്റ് ലോസ് ആവശ്യമുള്ള, അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട മറ്റൊരു രീതി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഒരു 20 to 30% കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക, അന്നജത്തിന്റെ അളവ് കുറയ്ക്കുക. പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള ചില അസ്വസ്ഥതകളുമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം അതാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക.
ഏകദേശം ഒരു 40% അല്ലെങ്കിൽ ഒരു 15% നമുക്ക് കുറയ്ക്കാം. 10 to 30% കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റും. അതുപോലെ തന്നെ ഒരു 40 to 50% പ്രോട്ടീൻ കൂട്ടുക, പ്രോട്ടീൻ ഫുഡ് കൂട്ടുക. കൂടുതലും അതുപോലെ തന്നെ ഫാറ്റ് 30 to 40%. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നതനുസരിച്ച് അതിന്റെ ഫാറ്റിന്റെ ലെവലും നമുക്ക് കൂട്ടാം. അപ്പൊ ഇങ്ങനെ ഒരു റേഷ്യോ നമുക്ക് എപ്പോഴും ഫിക്സ് ചെയ്യാം. അപ്പൊ ഏത് റേഷ്യോയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ റേഷ്യോ നമ്മൾ പൊതുവെ അരിയാഹാരം കഴിക്കുന്നവരാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഒരു ആപ്പിറ്റൈസറാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. 3 നേരം അരി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാനും ഒക്കെ അങ്ങനത്തെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. കാരണം അങ്ങനെ ഒരു ശീലമായി പോയി, ശരീരത്തിന് ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞില്ല, അത് നമ്മുടെ മൈക്രോബയോംസിനൊക്കെ അരി ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണ്. അത് നല്ല പെട്ടെന്ന് ഡൈജസ്റ്റബിൾ ആയിരിക്കാം, രുചി കാണും, ഷുഗർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സിന് ആ കണ്ടന്റുകളൊക്കെ വെച്ചിട്ടാകാം, എന്തോ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയായി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് നമുക്ക് പ്രിഫറബിൾ ആകുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ അവയർനെസിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ റേഷ്യോ എങ്ങനെയാണ്, എന്താണ് റേഷ്യോ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എത്ര ഗ്രാമാണ്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കലോറിക്ക് എത്ര കലോറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് എത്രയാണ്, ഫാറ്റ് എത്രയാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചില സൂത്രവിദ്യകളൊക്കെയാണ് ഞാനൊന്ന് ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് പറയാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. 70% ധാതുക്കൾ, മിനറൽസ്, 70 തരം മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതോടൊപ്പം ഏകദേശം 20 വൈറ്റമിൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ഏരിയയാണ് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞ് നമുക്കറിയാം, നമ്മുടെ ഫുഡ് പ്രത്യേകിച്ച് പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ കൂടുതൽ സഹായിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഏരിയ. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ ലഭിക്കണം എന്നുള്ളത് വളരെ നിർബന്ധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ പ്രധാനമായിട്ടും ഈ 70 ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വളരെ കുട്ടിക്കാലം വരെ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം എസെൻഷ്യൽ മിനറൽ എലമെന്റ്സ് എന്ന് പറയുന്ന മാക്രോ മിനറൽസ് അത് 5 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. കാൽസ്യം, ഓഷ്യൻസ് എന്ന് പറയും, കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം. ഇത് മാക്രോ മിനറൽസ് എന്ന എണ്ണത്തിൽപ്പെടുന്നതാണ്. നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിന് പ്രശ്നമുണ്ട്. ഇപ്പൊ പൊട്ടാസ്യം കുറയുന്നു, മഗ്നീഷ്യം കുറയുന്നു, സോഡിയം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രായമായവരിൽ ഉണ്ടാകാവുന്ന ശാരീരികമായ അസ്വസ്ഥതകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം പൊട്ടാസ്യത്തിന്റെ കുറവ്, ബ്രെയിനുമായിട്ടുള്ള കണക്ടിവിറ്റി, നമ്മുടെ ന്യൂറോൺസിന്റെ കണക്ടിവിറ്റി, അതുപോലെ സോഡിയം കുറയുന്നു. ഇതെല്ലാം അത് വളരെ ശ്രദ്ധിക്കേണ്ട ചില ഏരിയകളാണ്. പ്രായം കൂടുന്നതനുസരിച്ച് ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ഈ ശ്രദ്ധ വേണ്ടി വരും എന്നുള്ളത് ഒരു പ്രത്യേകത. അതുപോലെ അനിയോൺസ് എന്ന് പറയുന്ന ഫോസ്ഫറസ്, ക്ലോറിൻ ആൻഡ് സൾഫർ, ഈ 3 ഏരിയകൾ. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ട്രേസ് മിനറൽസ് ഉണ്ട്. പ്രധാനമായിട്ടും മഗ്നീഷ്യം, മാംഗനീസ്, കൊബാൾട്ട്, അയൺ, മോളിബ്ഡൻ, കോപ്പർ, സെലീനിയം, അയഡിൻ, ക്രോമിയം, സിങ്ക്, ടിന്ന്, നിക്കൽ, വനേഡിയം, സിലിക്കൺ, ഇങ്ങനെയുള്ള ട്രേസ് മിനറൽസ് നമുക്ക് ആവശ്യമാണ്. ഏത് ട്രേസ് ആയിട്ട് ഫുഡിൽ നിന്ന് വളരെ വളരെ ട്രേസ് ആയിട്ട് തന്നെ വളരെ കുറച്ച് മതി. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഏകദേശം 20 വൈറ്റമിൻസ് ഉണ്ട്. അതിൽ 13 എസെൻഷ്യൽ വൈറ്റമിൻസ്. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ACDEK. അതുപോലെ ബിയുടെ തന്നെ കുറെ ഗണത്തിൽപ്പെട്ട വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു 13 എസെൻഷ്യൽ, അതുപോലെ ഏകദേശം 20 വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനത്തിന്, നമ്മുടെ ശരീരത്തിലെ ഗ്രോത്തിനും, പ്രത്യേകിച്ച് കോശങ്ങളുടെ ഗ്രോത്തിന് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമുക്കറിയാം. അതുപോലെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അവിടെ കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. അതും നമ്മളുടെ ടിഷ്യൂ റിപ്പയറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ 2 കാറ്റഗറിയിലുള്ള പ്രോട്ടീൻസും വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസും. 13 എസെൻഷ്യൽ വൈറ്റമിൻസ്. അത് വൈറ്റമിൻസ് തന്നെ 2 കാറ്റഗറിയിൽ തിരിയുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് വാട്ടർ സോളിബിളും ഒന്ന് ഫാറ്റ് സോളിബിളും. വാട്ടർ സോളിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാഷ് ഔട്ട് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സി അങ്ങനെയുള്ള കണ്ടന്റുകൾ, CA, അതുപോലെ തന്നെ ബി കോംപ്ലക്സുകളെല്ലാം
നമ്മൾ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും സാച്ചുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മറ്റേ പാർട്ട് എന്ന് വെച്ചാൽ വൺസ് അബ്സോർബിൾ ആണെങ്കിൽ അത് ഫാറ്റിൽ അത് അബ്സോർബ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അബ്സോർപ്ഷന് ശേഷം അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള രീതിയിലുള്ള വൈറ്റമിൻസും ഉണ്ട് എന്ന് നോക്കാം. പ്രത്യേകിച്ച് വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ബ്രെയിൻ ഫംഗ്ഷൻ, അതുപോലെ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റിയെ, അതുപോലെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന തലങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയകളാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും വൈറ്റമിൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത്. പിന്നെ നമ്മൾ പറയുന്ന 15ഓളം ഫൈറ്റോ കെമിക്കൽസ്, കാരറ്റനോയിഡ്സ്, പോളിഫിനോൾസ് എന്നൊക്കെ പറയുന്ന ഡയറ്ററി ഫൈബേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രത്യേകിച്ച് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫൈറ്റോ കെമിക്കൽസ് ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽസ് വളരെയധികം പ്രയോജനകരമാണ്. ഇത് നമ്മുടെ ഫുഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇവയെല്ലാം, പ്രത്യേകിച്ച് നമ്മൾ കോളിഫ്ലവർ, അതുപോലെ തന്നെ കാബേജ്, ഇങ്ങനെയുള്ള ഇതിലൊക്കെ വളരെ കൂടുതലാണ്. ബ്രസൽസ്, ബ്രൊക്കോളി, ഇതിനകത്തൊക്കെ ഈ ഫൈറ്റോ കെമിക്കൽസിന്റെ അളവ് വളരെ കൂടുതൽ. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് സുലഭമാണെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്രമാത്രം പ്യുവർ ആണ്, ഇതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സംശയങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ നമ്മൾ ബനാന എന്ന് പറയുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ വാഴപ്പഴം എന്ന് പറയുന്ന ഏരിയയിലും ഈ പറയുന്ന രീതിയിൽ ഫൈറ്റോ കെമിക്കൽസ് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ സുലഭമാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുകളിൽ തന്നെ അത് കൃഷി ചെയ്തുണ്ടാക്കാം. അത് ഉപയോഗിക്കുന്ന അതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വാഴപ്പിണ്ടി, ഇതെല്ലാം നമ്മുടെ തൊടിയിലുള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ പവർഫുൾ ആണ്. അതുപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പപ്പായ. പപ്പായ പഴുത്ത് ഇപ്പോൾ കാണാറുണ്ട്. എപ്പോഴും ഒത്തിരിയും പപ്പായ ചെടികളിൽ പഴങ്ങൾ കിളികൾ തിന്നുന്നത് കാണാറുണ്ട്. പൊതുവെ ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതി. പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറയുന്ന ഒരു സമയങ്ങളിൽ, ഡെങ്കിപ്പനി പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് വളരെയധികം അതിന്റെ ഇലയൊക്കെ പിഴിഞ്ഞ് ജ്യൂസ് ആക്കി കുടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ സുലഭമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. അതിൻ്റെ അത് തന്നെയുമല്ല, അയണിന്റെയും കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സിങ്കിന്റെയും മാംഗനീസിന്റെയും ഒക്കെ ഒരു വലിയ റിസോഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേസ് മിനറൽസിന്റെ ഒക്കെ വലിയൊരു റിസോഴ്സ് തന്നെയാണ് ഈ പറയുന്ന പപ്പായ എന്നൊക്കെ പറയുന്നത്, കപ്പളങ്ങ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള തൊടിയിൽ കിട്ടുന്നതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ സമീകൃതമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓരോ സമയത്തും അതിലേത് സമയത്ത് വേണം നമ്മൾ സമീകൃതമായി ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് കഴിക്കണം. ഇനി നമ്മളിങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പവും ഉരുളക്കിഴങ്ങും, ഉരുളക്കിഴങ്ങ് സ്റ്റൂ, ഇതൊരു സമീകൃത ആഹാരമല്ല. അതിന് കാരണം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് ഇത് കാരണം അല്ല എന്ന് പറയാൻ കാരണം? അപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂ യെസ്, എക്സാക്ട്ലി. അതാണ് അറിവുള്ളവർ പറയും, അല്ലെ? മനസ്സിലായി സാർ? അപ്പൊ രണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ ഈ രണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത വേറെ കുറെ കോൺസ്റ്റിറ്റ്യൂൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ഇടപെടൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. രണ്ടും രുചികരമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കോമ്പിനേഷൻ, അതേസമയം ഈ അപ്പത്തിന്റെ കൂടെ നമ്മൾ കടലക്കറി അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അപ്പത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റും ബാക്കി കടലക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് കിട്ടുന്ന പ്രോട്ടീൻസിന്റെ അളവ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സമീകൃതമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മള് ചേരുവകൾ തിരഞ്ഞെടുക്കുമ്പോൾ എത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമീകൃതമാക്കി എടുക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ മതി. അതുപോലെ തന്നെ കപ്പ കഴിക്കുന്നതിന്റെ കൂടെ സമീകൃതമാക്കാൻ, നമ്മൾ കപ്പ കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ളതാണ്, അത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുമാണ്, കാരണം ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ കപ്പ കഴിക്കുമ്പോൾ അതിനെ സമീകൃതമാക്കാൻ നമ്മൾ എന്ത് അതിന്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് പറയാമോ ആർക്കെങ്കിലും? യെസ്, തീർച്ചയായിട്ടും മത്സ്യം അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ള കണ്ടന്റ് അതിലൂടെ കടന്നു വരും. പ്രോട്ടീൻ മാത്രമല്ല, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, നമുക്കറിയാം ഫാറ്റി ആസിഡ്സ് തന്നെ 3, 6, 9 എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ടെന്നൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ സാധ്യതകളൊക്കെ ആദ്യം പറഞ്ഞ പോലെ മത്തി എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് അരി. അരിയിൽ നമ്മൾ കുത്തരി ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അധികം പേര് വൈറ്റ് റൈസ് ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ, വൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റ് ഗണത്തിൽപ്പെട്ട പലതും നമുക്ക് ഗുണകരമല്ല, നമ്മളെ അസിഡിക് നേച്ചറിലേക്ക് കൊണ്ടുപോകും.
പെരിഷബിൾ, നോൺ പെരിഷബിൾ എന്ന് രണ്ട് കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട്. എന്താണ് പെരിഷബിൾ എന്ന് വെച്ചാൽ? പെരിഷബിൾ എന്നുള്ള എന്തായിരിക്കും അതിനൊരു മീനിങ് പറയാം? വേഗം കേടുവരുന്ന, പെട്ടെന്ന് കേടുവരുന്നത്. അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് മിക്കവാറും അസിഡിക് നേച്ചർ ഉള്ളതാണ്. അത് ആൽക്കലൈൻ ടൈപ്പ് അല്ല എന്ന് നമ്മൾ നോക്കണം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പാറ്റേൺ, ഒരുപക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഷുഗർ നോൺ പെരിഷബിൾ ആണ്, ആസിഡിക് ടൈപ്പ് ഫുഡാണത്. അതുപോലെ സോൾട്ട്, വൈറ്റിന്റെ ഗണത്തിൽപ്പെടുന്ന എല്ലാം തന്നെ. വൈറ്റ് ഫ്ലോർ നല്ലതാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ചില കോൺസ്റ്റിറ്റ്യുവൻസ്, അത് കേടാകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം ഒരു അസിഡിക് നേച്ചറാണ്, കെമിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് അത് മാറും. അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ ടിൻ പാക്ഡ് ഫുഡ്സ്, എത്ര കാലം വേണമെങ്കിലും അത് ഇരുന്നോളും. ഫുഡ് നല്ലതായിരിക്കാം, പക്ഷെ അതിനകത്ത് കൂടെ അങ്ങനെ വളരെ കാലം ഇരിക്കാൻ വേണ്ടി അതിന് നൽകുന്ന കണ്ടന്റ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഫ്രോസൺ ഫുഡ്സ്, അതുപോലെ കണ്ടീഷണൽ ഫുഡ്സ്, ഇതെല്ലാം അസിഡിക് ഫുഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ഫുഡിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഫുഡിന്റെ ആ സ്റ്റഫ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പോളിഷ്ഡ് ഗ്രെയിൻസ്, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ വൈറ്റ് റൈസ് ഒക്കെ വരുന്നത്. പോളിഷ്ഡ് ഗ്രെയിൻ പൾസസ്, അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, പൊതുവേ അത് അസിഡിക് നേച്ചറാണ്. അതുപോലെ എഗ്, പോൾട്രി ഫുഡ് പ്രൊഡക്ട്സ്, ഇതെല്ലാം അസിഡിക് നേച്ചറുള്ള. അപ്പൊ ആസിഡിക് നേച്ചറുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ സിസ്റ്റത്തിന് തന്നെ അതൊരു പ്രോബ്ലം ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് കഴിക്കണം? അപ്പൊ ആൽക്കലൈൻ ഫുഡിലേക്ക് നമ്മൾ മാറണം. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ ഒക്കെ ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താം, എന്തൊക്കെ കോമ്പിനേഷൻ വരുത്താം? ഓൾ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്, ബനാനാസ്, പപ്പായ, ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, ചിക്കു, ഇങ്ങനെയുള്ള ഫുഡ് എല്ലാം തന്നെ ആൽക്കലൈൻ ഫുഡാണ്. അതിന്റെ ജ്യൂസുകൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ? കുക്കുംബർ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൽക്കലൈൻ ആക്കാൻ വേണ്ടി നമ്മൾ കഴിക്കണം. ഓൾ കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾ ലൈക്സ് സ്പിനാഷ്, പൊട്ടറ്റോ, ബിറ്റർ ഗോൾഡ്, അതുപോലെ വരുന്നതെല്ലാം, പ്രത്യേകിച്ച് റോ ടൊമാറ്റോസ് പോലും നമുക്ക് ആൽക്കലൈൻ നേച്ചറുള്ളതാണെന്ന് പറയാം. അതുപോലെ സ്പ്രൗട്ട്സ്, നമ്മൾ മുളപ്പിക്കുന്ന എന്തും അത് ഹൈലി ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ബട്ടർ മിൽക്ക്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എത്രമാത്രം ഗുണകരമാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നാച്ചുറൽ കർഡ് ആൻഡ് ബട്ടർ മിൽക്ക് ഒക്കെ തീർച്ചയായിട്ടും അതെല്ലാം നാച്ചുറൽ പ്രോസസ്സിങ്ങിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ആൽക്കലൈൻ ആയിരിക്കും. അതുപോലെ ജാഗറി, നമ്മൾ എന്ത് പറയണം, ഷുഗറിന് പകരം നമ്മൾ ശർക്കരയിലേക്ക് മാറുക. ശർക്കരയിൽ തന്നെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്ത ശർക്കരകളുണ്ട്. അതുപോലെ ഹണി ഷുഗർ കണ്ടന്റ് കൂടുതലാണെങ്കിലും നാച്ചുറൽ ആണത്. അപ്പൊ അതൊരു ആൽക്കലൈൻ ഫുഡായിട്ട് നമുക്ക് പോകും. ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ഫിഗ്സ്, ഇതെല്ലാം. അതുപോലെ സോഫ്റ്റ് നട്ട്സ് വിത്ത് ആൽമണ്ട്സ് ആൻഡ് ബട്ടർ, ഇങ്ങനെ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയെ കൂടുതൽ ആൽക്കലൈൻ ആയിട്ട് സൂക്ഷിക്കാൻ. എന്താണ് നമ്മുടെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് തന്നെ? എന്താണ് ആൽക്കലൈൻ നേച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് 7 നമ്മുടെ ബ്ലഡ് പോലും 7.4 ആണ്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ ഫുഡിനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളൊരു അരിയാഹാരം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മളൊരു കോമ്പിനേഷൻ പറയുകയാണ്. ആ കോമ്പിനേഷൻ നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്: കാൽഭാഗം തവിടോട് കൂടിയ കുത്തരിച്ചു. കുത്തരിച്ചോട്, തവിടോട് കൂടിയതെന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് വളരെ കൂടി, അല്ലേ? അത് പ്രായോഗിക തലത്തിൽ നമ്മൾ തവിടോട് കൂടിയ അരികൾ കിട്ടുമ്പോൾ അത് കളേർഡ് ആണോ, തവിട് എത്രമാത്രം ഉണ്ട്, കുത്തരിയുടെ കളറാണോ, അതോ അത് ആഡഡ് ഫ്ലേവർ ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കിങ്ങനെ ചിന്തിക്കാം, തവിടോട് കൂടിയ കുത്തരി ഇത് അവൈലബിൾ ആണ് മില്ലുകളിലൊക്കെ. നമുക്ക് നമ്മുടെ എത്രമാത്രം നമ്മൾ കോൺഷ്യസ് ആണോ, ഹെൽത്ത് കോൺഷ്യസ് ആണോ, അതിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ചിലപ്പോൾ സ്വല്പം വിലയൊക്കെ കൂടും, പക്ഷെ നമ്മുടെ ആരോഗ്യം എല്ലാത്തിനേക്കാളും വിലയുള്ളതാണ്. ഓക്കെ, അതിന്റെ കാൽഭാഗം നമുക്ക് ഒരു പ്ലേറ്റ്, അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ പ്ലേറ്റ് ഏറ്റവും ചെറിയ പ്ലേറ്റ് തന്നെ എടുക്കുക, ഇത്തിരി വലിയ പ്ലേറ്റുകൾ വേണ്ട. ചെറിയ പ്ലേറ്റിൽ അതിന്റെ കാൽഭാഗം തവിടോട് കൂടിയ കുത്തരി ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ അടുത്ത ഭാഗം പ്രോട്ടീന്റെ ഏരിയ ആണ്. പ്രോട്ടീൻ അടങ്ങിയ മത്സ്യം, പ്രോട്ടീൻ, അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം അതിന്റെ അകത്ത് കയറി വരുന്നുണ്ട്. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ മിനറൽസ് കയറി വരുന്നുണ്ട്. സോ പ്രോട്ടീൻ അടങ്ങിയ മത്സ്യം, മുട്ട, ഇറച്ചി, ബീൻ, ഫ്രൂട്ട്സ്, അതെല്ലാം ഒരു നോൺ വെജ് കോൺസെപ്റ്റിലാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ പകുതി ഭാഗം വിവിധ പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ, അവിടെയും മുളപ്പിച്ചതൊക്കെ ആണെങ്കിൽ പ്രോട്ടീന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം? എങ്ങനെ ഒരു ഫുഡ് പ്ലേറ്റ് റീഅറേഞ്ച് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളുടെ ഫുഡ് പ്ലേറ്റിൽ എത്രമാത്രം ഈ പറയുന്ന കണ്ടന്റുകൾ ഉണ്ട്? ആ പെർസെന്റേജ് നമ്മൾ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സിന്റെ പെർസെന്റേജ് പറഞ്ഞു, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെതായിട്ടുള്ള പെർസെന്റേജ് പറഞ്ഞു,
അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് ഫാറ്റിന്റെ കണ്ടീഷൻ അവർ. അപ്പൊ ഇന്ന് പറയുന്ന രീതിയിൽ ഇതിനെ നമുക്ക് എങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പ്രായമുള്ളവരാണ്. പ്രായമുള്ളവരാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഫുഡിൽ തീർച്ചയായിട്ടും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. ഇനി ഏകദേശം നമുക്ക് നമ്മുടെ കലോറിയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 1 കിലോഗ്രാം ശരീരത്തിന്റെ ഭാരം നിലനിർത്താൻ നമുക്ക് 25 കലോറി ആവശ്യം. അപ്പൊ നമുക്ക് നമുക്ക് സ്വീകരിക്കേണ്ട കലോറിയുടെ വാല്യൂ എത്രയായിരിക്കും ഒന്ന് നമുക്ക് ഓരോരുത്തർക്കും വെയിറ്റ് എത്രയാണെന്നറിയാം, എത്ര കിലോ വെയിറ്റ് ആണെന്നറിയാം. ആ വെയിറ്റിനെ കലോറിയുടെ ഈ അളവ് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രമാത്രം കലോറി ആണ് നമ്മുടെ ഡെയിലി ആവശ്യമെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ എത്രയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഏകദേശം 1500 കലോറിയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ 25 റേഞ്ച്, 25 to 30 റേഞ്ച് മതി. പ്രത്യേകിച്ച് നമ്മൾക്ക് റിട്ടയർ ആണ്, വലിയ അധ്വാനം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത്യാവശ്യത്തിന് പൈസയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാറ്റഗറി. അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ശരീരത്തിന് ആവശ്യത്തിലധികം എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് കൂട്ടണ്ട. അല്ലാത്ത പ്രോസസ് നോർമൽ ലൈഫിൽ നമുക്ക് നമ്മുടെ പ്ലാൻ എ കോൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാറ്റഗറിയിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം 35 to 40 കലോറി നമുക്ക് ഭക്ഷണത്തിൽ ആവശ്യം. അത് ശരീരത്തിന് നല്ല ആരോഗ്യമുള്ളൊരു അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം 30 മുതൽ 40 കലോറി വരും. അതനുസരിച്ച് നമുക്ക് ടോട്ടൽ കലോറി വ്യത്യാസം വരും. വണ്ണം കൂടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും കലോറി കുറയ്ക്കണം. ഒരു 20 കലോറിയിലേക്ക് ശരീരഭാഗത്ത് എത്തിക്കാനുള്ള ഒരു പെർ കിലോഗ്രാം 20 എന്നുള്ള അളവിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ശരീരത്തിന് ഭാരം കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് ആ കലോറി റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു പേഴ്സണൽ ടച്ച് അവിടെയുണ്ട്. എന്റെ ശരീരത്തിന്റെ വെയിറ്റ് അനുസരിച്ച് എത്രമാത്രം ഞാൻ കലോറി ഇൻടേക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്നതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 3 ഫുഡ് ടൈം നമ്മൾ പറഞ്ഞു. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിയാണെന്നാണ് പറയുന്നത്. 7 മണിക്ക് തീർച്ചയായിട്ടും ഏകദേശം ഒരു ഐഡിയൽ ടൈമാണ്. നമുക്കറിയാം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും നൈറ്റിലുള്ള ബ്രേക്കിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടി 7 എന്നുള്ളത് 9ഉം 10ഉം ഒക്കെ ആക്കുന്നവരുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് ബ്രെയിനിന് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് തന്നെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രഭാത ഭക്ഷണം നമ്മൾ 7 മണിക്ക് കഴിക്കണം. കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം? രാജാവിനെ പോലെ കഴിക്കണം. രാജാവിനെ പോലെ കൂടുതൽ കഴിക്കണമെന്നല്ല, നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ്. സമീകൃതം എന്ന് പറഞ്ഞാൽ അത് 2 കണ്ടീഷനാണ്. ഒന്ന്, അതിന്റെ ഗുണം വളരെ കൃത്യമായിരിക്കണം. അതുപോലെ അളവും ഗുണവും കൃത്യതയോടുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ സമീകൃതമായിട്ട് കഴിക്കാൻ. അപ്പം രാജാവിനെ പോലെ കഴിക്കണം, നല്ല ആർഭാടമായിട്ട് തന്നെ കഴിക്കുക. അത് രാവിലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാവിലെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വയറ് നിറയുന്നതായിട്ട് നമുക്കറിയാം. ഗെർലിൻ എന്നൊക്കെ പറയുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് കൃത്യമായിട്ട് നമ്മുടെ വയറ് നിറഞ്ഞു എന്ന തരത്തിലുള്ള സിഗ്നൽസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. വിശപ്പിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ വിശപ്പ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകത. കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ രുചി നമുക്ക് കൂടും. പ്രത്യേകിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് രുചി കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും കൂടുതൽ ഫുഡ് കഴിക്കണമെന്നൊരു തോന്നൽ നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ ഈ പറയുന്ന കലോറി എല്ലാം തെറ്റിപ്പോകും. അപ്പം അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഇതാണ്. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കണ്ടെത്താന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നോൺ വെജ് ആണെങ്കിൽ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് പ്രോട്ടീൻസിന്റെ കലവറ കിട്ടും. പക്ഷെ വെജ് ആണെങ്കിൽ നമ്മൾ പ്രോട്ടീൻസ് നമ്മൾ സ്വല്പം ശ്രദ്ധയോടെ അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മളുടെ അടുക്കള, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ആവശ്യത്തിന് കൃത്യത ഉള്ള രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ മികച്ച പ്രാതൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെയാണ് നമുക്ക് പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കാം? ചെറുപയർ അല്ലെങ്കിൽ എല്ലാ പയറുവർഗ്ഗങ്ങളും പ്രോട്ടീന്റെ നല്ല ഉറവിടമാണ്, പ്രത്യേകിച്ച് ചെറുപയർ. അപ്പൊ അതിനെ നമ്മൾ സാൻഡ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുക. നമ്മളൊരു ദോശ, ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്നു, ഒരു ദോശ ഉണ്ടാക്കുന്നു, അതിൻ്റെ അകത്ത് ഫില്ലറായിട്ട് സാൻഡ്വിച്ച് ആയിട്ട്
നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ചെറുപയർ, വൻപയറോ ഒക്കെ കടലയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇത് തന്നെയുമല്ല, അതിനെ മുളപ്പിച്ചാലോ ഇത് വളരെ പ്രയോജനകരമായ രീതിയിൽ പൊട്ടൻ കണ്ടന്റ് കൂടും. 25 ഒക്കെ ആണെങ്കിൽ നോർമലെങ്കിൽ 30യുടെ മുകളിൽ 35ന്റെ മുകളിലേക്ക് നമുക്ക് മുളപ്പിച്ച പയറിൽ നിന്ന് പ്രോട്ടീന്റെ കണ്ടന്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ സാൻഡ്വിച്ചുകൾ ഉപയോഗിക്കുക. അപ്പൊ ആ സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കുന്ന രീതികൾ നമുക്കറിയാം. മാക്സിമം മസാലകൾ കുറയ്ക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. അതല്ലാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം നാച്ചുറൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇഞ്ചി, അതുപോലെ തന്നെ ഗ്രാമ്പൂ, അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ അത് വളരെ ഗുണകരമാണ്. അങ്ങനെയുള്ളത് നമുക്ക് പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി, പിന്നെ ഉപ്പ് അങ്ങനെയുള്ള അതിന്റെ കണ്ടന്റുകളൊക്കെ കുറച്ച്, പിന്നെ കറികൾ, ഈ മസാലകളൊക്കെ കുറച്ച്, പ്രത്യേകിച്ച് മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുർക്കുമിൻ ഒക്കെ അറിയാലോ, മഞ്ഞളിന്റെ കണ്ടന്റിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ മഞ്ഞളിന്റെ കണ്ടന്റ് കൂട്ടി കഴിക്കുന്നവർക്കായിരിക്കും ക്യാൻസറിന്റെ സാധ്യത കൂടുന്നത്. മഞ്ഞൾ ശരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഇതാണ്, പക്ഷെ അതിൻ്റെ അകത്ത് മഞ്ഞളിന്റെ സാധ്യതകളില്ല. അതിന് പകരം മറ്റ് കെമിക്കലുകളാണ്. അപ്പൊ ഇവിടെയും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ ചെറുപയറിന്റെ മാവ് കൊണ്ടുണ്ടാകുന്ന രുചികരമായ പാൻകേക്കുകൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മുട്ടയോട് കൂടി ചേർത്ത് ഉണ്ടാക്കാവുന്ന പലഹാരങ്ങൾ, അതുപോലെ അതിന്റെ അകത്തേക്ക് പച്ച ഇലക്കറികൾ ചേർത്ത് ഉപയോഗിക്കുന്ന, ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എണ്ണയുടെ അളവ് വളരെയധികം കുറയ്ക്കും. നമുക്ക് ടേസ്റ്റ് കൂടുമെങ്കിലും പലപ്പോഴും എണ്ണ. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മറ്റൊരു ഭാഗമാണ് നമുക്ക് ചീസ് നാച്ചുറൽ അല്ലെങ്കിലും ചീസ്, പനീർ, അതെല്ലാം നമ്മുടെ ആ സോഴ്സ് നമ്മൾ ശ്രദ്ധിച്ചോളുക. സമ്പുഷ്ടമാണ് എന്ന് തോന്നുന്നു, പ്രോട്ടീൻ സമ്പുഷ്ടമാണ്, അഡൾട്ടേഡ് അല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പനീറും ചീസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷറിന് സാധ്യതയുണ്ട്, കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, കാർഡിയോവാസ്കുലർ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. കഴിക്കുമ്പോൾ നല്ല രുചിയാണെങ്കിലും അതിന്റെ റിസൾട്ട് സ്വല്പം തരാൻ സാധ്യതയുണ്ട്. എങ്കിലും അതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. മുളപ്പിച്ച സാലഡുകൾ, അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിക്കുക, വൻപയർ മുളപ്പിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം പയറുവർഗ്ഗങ്ങൾക്ക് സാലഡ് പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് കൂടി ചേർത്ത് കഴിക്കാൻ നല്ലതായിരിക്കും. അതിന്റെ കൂടെ നമുക്ക് വളരെ നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നാരങ്ങ നീരും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത്, ഇഞ്ചിയൊക്കെ ചേർത്ത് നമുക്കതിനെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഫുഡാക്കി. നമ്മൾ ചായ കുടിക്കാറുണ്ടോ? ചായ കുടിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും ചായയുടെ കൂടെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി അതിന് കൂടെ ആഡ് ചെയ്യാം. ഇഞ്ചി ആഡ് ചെയ്തൊന്ന് കുടിച്ചു നോക്കും. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാരയുടെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നതായി കാണാം. അപ്പം പിന്നെ മറ്റൊരു ഭക്ഷണമാണ് മുട്ട. മുട്ട വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ്. മുട്ടയുടെ കൂടെ നമ്മൾ അതിന്റെ കൂടെ വെജിറ്റബിൾസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പുതിയ രീതിയിൽ പാകം ചെയ്ത് അതിനെ കഴിക്കാം എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ മധുര മുള്ളങ്കി എന്ന് പറയുന്ന തർക്കാരി കിഴങ്ങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നു. അതുപോലെ ചേന, ചേമ്പ്, ഇതൊക്കെ നാച്ചുറൽ ആണ്. അതിന് കൂടുതൽ മിനറൽ, മണ്ണിൽ വളരുന്നതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ട്രേസ് അല്ലെങ്കിൽ ഈ പറയുന്ന മിനറൽസിന്റെ കണ്ടന്റ് വളരെ കൂടുതലായി. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പാലുൽപ്പന്നങ്ങൾ, വാഴപ്പഴം, പേരയ്ക്ക, പപ്പായ, പീച്ച്. രാവിലത്തെ ഫുഡ് എങ്ങനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് രാവിലെ നമുക്ക് വെജിറ്റബിൾസിന്റെ ഒരു ഇൻടേക്ക് എടുക്കാം. അതിനുശേഷം അല്ലെങ്കിൽ പഴത്തിന്റെ ആദ്യം എടുക്കാം, പഴമാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം വെജിറ്റബിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആകാം. അതിനുശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രോസസ്സ് ചെയ്താൽ മതി. അവിടെ മുളപ്പിച്ച പയറൊക്കെ ഉണ്ടെങ്കിൽ ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കലോറി, നമുക്ക് ആ കലോറിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ആവറേജ് ഞാൻ പറഞ്ഞു, കലോറി എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ശരീരത്തിന്റെ ഭാരം നിലനിർത്താൻ 25 കലോറിയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഏകദേശം നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് അനുസരിച്ച് എത്ര കലോറിയാണ് നമുക്ക് വേണ്ടതെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. അതിൽ തന്നെ ശരീരം കൂടുതൽ ഭാരമുള്ള അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും കലോറി കുറയ്ക്കുക. ഗ്രാജുവൽ ആയിട്ടുള്ള കലോറി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 2000-ൽ താഴെ, ഏകദേശം 2000 എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കലോറി കൃത്യമായിട്ട് എത്രയാണ് കലോറി നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് കണ്ടെത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. പ്രഭാത ഭക്ഷണം സാധാരണ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു 20 to 25 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കും. മാക്സിമം 35 ഗ്രാം വരെയൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 മുട്ട കഴിക്കുന്നതിന്റെ ഫലമാണ് 35 ഗ്രാംസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പക്ഷെ 4 മുട്ട കഴിക്കുന്നതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ചില നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെയും ഉണ്ട്. കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഏരിയകളൊക്കെ നമ്മളൊന്ന്, ഞാൻ ഉദാഹരണം പറഞ്ഞാണ് 4 മുട്ട കഴിക്കുന്നതിന് തുല്യമാണ് ഒരു 35 ഗ്രാമോളം
അപ്പോൾ ഒരു 25 മുതൽ 35 വരെയുള്ള ഗ്രാം പ്രോട്ടീൻസ് നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനോട് കൂടി കഴിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഞ്ചസാര, അതുപോലെ മധുര പലഹാരങ്ങളെല്ലാം ഒഴിവാക്കും. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടാറുണ്ട്, ഉഴുന്നുവടയൊക്കെ ആയിട്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതൊന്നും നമുക്ക് ഈ രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിനെ സിസ്റ്റത്തെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പഞ്ചസാര അങ്ങനെ മധുരപലഹാരം കുറയ്ക്കുക. പകരം നമ്മൾ ഈ പ്രോട്ടീൻ്റെ അളവിനെ നമുക്കൊന്ന്, ഇനി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പ്രോട്ടീൻ പ്രഭാത ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ ഈ ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുന്ന, ശരീരം ഭാരം കുറയ്ക്കാൻ അത് സഹായിക്കും. അത് ആദ്യം പറഞ്ഞു, വിശപ്പിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഗെർലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ അളവിനെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഈ പ്രോട്ടീനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ പ്രോട്ടീൻ ഫലപ്രദമാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇത് കുറയുകയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു പരിധിയിലധികം കലോറി ഫുഡ് ആണെങ്കിൽ ഈ കലോറി ഫുഡ് നമ്മൾ എവിടെയെങ്കിലും കീപ്പ് ചെയ്യണ്ടേ, ഫാറ്റ് ആയിട്ട് അത് സ്കീപ്പ് ചെയ്ത് വെക്കും. അപ്പൊ ഫാറ്റിന്റെ അളവ് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നാച്ചുറലായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ ഉരുക്കാനുള്ള ഒരു ശ്രമം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ചെയ്യും. ആ ബോഡി ചെയ്യുന്നത് നമ്മൾ വിശക്കുന്നു എന്നുള്ള പേരിലാണ് പലപ്പോഴും അറിയുന്നതെന്നുമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഷുഗർ ഒന്ന് കുറയും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കുറയും. ഗ്ലൂക്കോസ് പറയുമ്പോൾ നമുക്ക് വിശക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ബാഡ് സിമ്പിൾ ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഉടനെ നമ്മൾ പോയി എന്തെങ്കിലും ഒരു കഴിയും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ നിയന്ത്രണം വരുത്തേണ്ടത്. അതുപോലെ പ്രോട്ടീൻ കഴിക്കുന്ന ആളുകൾക്ക് വയറ്റിലുള്ള കൊഴുപ്പ്, വയറ്റിന്റെ ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും. അതുപോലെ തന്നെ വിറ്റാമിൻ കെ, അതുപോലെ ചീര, ഇങ്ങനെയുള്ള ഇലക്കറികളിൽ നിന്ന് അതൊക്കെ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ കൊഴുപ്പിനെ മാറ്റാം. നല്ല കൊഴുപ്പ് നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് നല്ല കൊഴുപ്പ് എന്ന് വെച്ചാൽ വാൽനട്ട്, ബദാം, നിലക്കട. ബദാം ഒക്കെ നമ്മളൊന്ന് 3-4 എണ്ണം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കഴിക്കുന്നത്, നിലക്കടല, കശുവണ്ടി, ഒലിവ് ഓയിൽ, ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പ്, ഫാറ്റ്, ഒമേഗ 3 എന്ന് പറയുന്ന 369 എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലേക്കൊക്കെ നമുക്കൊന്ന് മാറാൻ സാധിക്കും. അതുപോലെ ബദാമൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനെ നിലനിർത്താൻ പറ്റും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവിനെയൊക്കെ നിലനിർത്താൻ ഈ പറഞ്ഞ നിലക്കടയിലെ പ്രോട്ടീൻ, കൊഴുപ്പുകൾ, നാരുകളെല്ലാം നമ്മളെ സഹായിക്കും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിൽ തന്നെ വരത്തക്ക രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നപ്പോഴും നൽകുന്ന. നമ്മളിങ്ങനെ ഒരു ഫോർമുല പറയാം. 1 ഗ്രാം കൊഴുപ്പും 1 ഗ്രാം കാർബോഹൈഡ്രേറ്റും ഏകദേശം നമുക്ക് 9 കലോറി ഊർജ്ജം. അപ്പോൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ 1 ഗ്രാം കൊഴുപ്പും അതുപോലെ തന്നെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റും, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റും 1 ഗ്രാം കൊഴുപ്പും 9 കലോറിയോളം ഊർജ്ജം നമുക്ക് തരും. നമ്മൾ 1 ഗ്രാം അല്ല പറയുന്നത്, നമ്മൾ പലപ്പോഴും 100 ഗ്രാംസിന്റെ കണക്കിലാണ് പൊതുവെ പറയുന്നത്. 100 ഗ്രാംസ്, എവരി 100 ഗ്രാം എന്താണ്? അപ്പൊ അതിനെ നോക്കൂ, കലോറി കയറി വരുന്നത് നോക്കൂ. 100, 1 ഗ്രാം കൊഴുപ്പ് അല്ലെങ്കിൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഒരു ഇഡലി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 2 ഇഡലി 3 ഇഡലി കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം 100-150ഓളം വരും. അപ്പൊ അത്രമാത്രം കലോറി അതിൻ്റെ അത് കയറി വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ 1 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് 4.5 കലോറിയെ വരുന്നു. 1 ഗ്രാം പ്രോട്ടീൻ കലോറിയുടെ കാര്യത്തിൽ കലോറി കൂട്ടുക അല്ലെങ്കിൽ പ്രോട്ടീൻ കൂട്ടുക, അതനുസരിച്ച് നമുക്ക് കലോറി കുറയ്ക്കാനും സാധിക്കും. പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള കണ്ടന്റുകളെ കൂടുതൽ ബെറ്റർ ആക്കി 1 ഗ്രാം ഫാറ്റ് 9 കലോറി, 9 കലോറിയാണ് കിലോ കലോറീസ്, അതാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോർമുല ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫോർമുല നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മുടെ റേഷ്യോ ഒന്ന് റീഅറേഞ്ച് ചെയ്തോ. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് നമ്മളിങ്ങനെ ചെയ്യാൻ വിചാരിക്കും, ഒരു കോമ്പിനേഷൻ, ഒരു പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് മാത്രം നമ്മളൊന്നും ചിന്തിക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ ഒരു 2 ചപ്പാത്തി കഴിക്കുന്ന ഒരു വ്യക്തി, ഏകദേശം 80 ഗ്രാംസ്, ഇതിൽ നിന്ന് നമുക്ക് 36 ഗ്രാംസ് 36 ഗ്രാംസ് കാർബ് മിനിമം കുറച്ച് കണ്ടന്റുകൾ ഇടുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. എന്റെ ഭാഗത്തു നിന്ന് കണ്ടന്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 2 ചപ്പാത്തി കഴിച്ച് ഏകദേശം ഒരു 80 ഗ്രാംസ്. ചപ്പാത്തിയുടെ അളവ് വ്യത്യാസമുണ്ട്, ഓരോ കടകളിലും തന്നെ ചപ്പാത്തിയുടെ അളവ് വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിച്ചോ. അപ്പൊ ഏകദേശം ഒരു 36 ഗ്രാംസ് ആണ് അതിൻ്റെ അകത്ത് കിട്ടുന്ന കാർബ്സ്. അതുപോലെ 6.2 പ്രോട്ടീൻ, അത്രയും ഗ്രാംസ് ആണ് പ്രോട്ടീൻ. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 210 അല്ലെങ്കിൽ 212 കാലറിയാണ്
നമുക്ക് ആ 2 ചപ്പാത്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഏകദേശം 1500 കാലറി ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 30% നമ്മൾ കിട്ടണം. അപ്പൊ ഒരു 2 ചപ്പാത്തി മാത്രം കഴിച്ചാൽ പോരാ തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഡിഷോടെ വേണം. അപ്പൊ നമ്മളിങ്ങനെ നോക്കുക, ഒരു മുളപ്പിച്ച പയർ ഒരു 100 ഗ്രാംസ്, അതിനകത്ത് ഏകദേശം 18 ഗ്രാംസ് കാർബ് ഉണ്ട്. അപ്പോൾ ഏകദേശം 32 ഗ്രാംസ് കേട്ടോ. മുളപ്പിച്ച പയറിന് 32 ഗ്രാംസ് പ്രോട്ടീൻ അവൈലബിൾ ആണ്. നോർമൽ പയറാണെങ്കിൽ നമുക്കൊരു 24-25 ആവറേജ് ഉള്ളൂ. പക്ഷെ മുളപ്പിച്ച് കഴിയുമ്പോൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 32 ഗ്രാംസ് അല്ലെങ്കിൽ 30 ആവറേജ് 30 സംതിങ് അങ്ങോട്ടും കൂടെ വേരിയേഷൻ വരാം കേട്ടോ. ഓക്കെ, അതിനനുസരിച്ച് ഏകദേശം ഒരു 170 കാലറീസ് കിലോ കാലറീസ് ആണ് നമുക്ക് ഫുഡിന് വരും. അപ്പൊ ടോട്ടൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 400 കാലറീസ്. അപ്പൊ ഏകദേശം ഒരു 1/3 ആയോ? ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ കൂടെ ഈ പറയുന്ന പോരാ, നമ്മുടെ 1500 കാലറി ആണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതനുസരിച്ച് 1/3 നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, 1/3 അതിൽ കൂടുതലാണ് കുഴപ്പമില്ല. കാരണം രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്നാണ്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഫുഡ് റീഅറേഞ്ച് ചെയ്യണം. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന് പകരം പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായി. അഗെയിൻ ഈ സെയിം കോമ്പിനേഷൻ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ചിക്കൻ ലെഗ് ആണ്. ഒരു 200 ഗ്രാംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ പ്രോട്ടീന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. 41 ഗ്രാംസ് പ്രോട്ടീൻ ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിന്റെ കലോറി വളരെ വളരെ കൂടുതലാണ്, 543 ആണ്. അപ്പൊ നമുക്കറിയാതെ ഒരു കഷ്ണം കൂടെ കഴിക്കണമെന്ന് തോന്നിപ്പോയാൽ 543 കലോറി ഈ ചിക്കന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അതിനേക്കാൾ കൂടുതലാവും. അപ്പൊ നമ്മുടെ മോർണിംഗ്, അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 750 കാലറിയാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പൊ ചപ്പാത്തിയുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ച് മാറും. ഒരു പക്ഷേ അതിന്റെ കൂടെയുള്ള ഗ്രേവി അങ്ങനെയുള്ള കണ്ടന്റിന്റെ ഒക്കെ തീർച്ചയായിട്ടും അത് അതിൻ്റെ അത് കൂടാം. അപ്പം നോർമൽ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് നമ്മൾ. ഇപ്പൊ ഇതേ കണ്ടീഷനിൽ നമ്മൾ ഒരു പാർട്ടിക്ക് പോകാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഒരു ലഞ്ചിനോ നമ്മൾ കഴിക്കുമ്പോൾ എത്ര കാലറീസ് ആയിരിക്കും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്? ഈ കാലറീസ് ഒക്കെ എവിടെ പോകും? ആവശ്യത്തിൽ 1500 ആണ് നമ്മുടെ സാധാരണ കാലറി. അതിൽ കൂടുതൽ കാലറിയിലേക്ക് നമ്മൾ കടന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഇവിടെ ഈ ലെഗിന്റെ ചിക്കന്റെ കേസ് പറയുമ്പോൾ ഇവിടെ വേറെ ചില അഡീഷൻസ് ഉണ്ട്. കാൽസ്യം 23 മില്ലിഗ്രാംസ്, അതുപോലെ അയൺ 1.7 മില്ലിഗ്രാംസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ചിലതൊക്കെ കൂടുതലാണെങ്കിലും പ്ലസ് സം കണ്ടന്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നു. ഇതൊരു ഇതാണ്. ഇപ്പൊ ടോട്ടൽ നമുക്ക് 750 കാലറിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് 400 കാലറിയേ ഉള്ളൂ. ഇതേത് സെലക്ട് ചെയ്യണം നമുക്ക് ചിന്തിക്കാം. അഗെയിൻ വൺ മോർ, ഒരു 2 ചപ്പാത്തിയുടെ കൂടെ നമ്മൾ 2 മുട്ടയാണ് കഴിക്കുന്നത്. 2 ചപ്പാത്തിയുടെ കൂടെ നമ്മൾ 2 മുട്ടയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, മുട്ട എന്ന് പറയുമ്പോൾ അതിന് പ്രോട്ടീൻ 12 ഗ്രാംസ്, 2 മുട്ടയുടെ 12 ഗ്രാംസ് ആണ്. അതിന്റെ കാർബോഹൈഡ്രേറ്റ്സ് വളരെ വളരെ 0 എന്ന് പറയാം. ടോട്ടൽ കിട്ടുന്നത് 148 ഗ്രാംസ് ആണ്. അപ്പൊ ഇതിലൂടെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 350 ആണ്. പക്ഷെ ഇതിന് വേറൊരു പ്രോബ്ലം ഉണ്ട്. അതായത് 4 മുട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, ഇതിന് 125% കൊളസ്ട്രോളിന്റെ അളവിൽ കൊടുക്കുന്ന കണ്ടന്റുകൾ കൂടുതലാണ്. ഫാറ്റാന്ന് വിചാരിച്ചു, അത് കൂടുതലാണ്. 372 മില്ലിഗ്രാംസ് അത് 124. നോർമൽ ഡെയിലി എടുക്കുന്നതിന്റെയും 124 കൂടുതലാണ്. അപ്പൊ ഇവിടെ മുട്ടയ്ക്ക് മാത്രം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ മുട്ട സമീകൃതമായ ഒരു ആഹാരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കോമ്പിനേഷൻ വരുമ്പോൾ ഏകദേശം ടോട്ടൽ 350 ആയിരിക്കും നമ്മളുടെ ടോട്ടൽ കാലറി, ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാലറി. ഇനി നോക്കുക, നമ്മളൊരു 3 ഇഡലി വെച്ചൊരു സാമ്പാർ കഴിച്ചാലോ? ഒരു കപ്പ് സാമ്പാറും ഒരു 3 ഇഡലിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാലറി എന്ന് വെച്ചാൽ 304 ആണ്. പക്ഷെ അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ് 61 ആണ്. നമ്മുടെ ഡെയിലി വാല്യൂവിന്റെ 22% ഓൾമോസ്റ്റ് അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഒരു ഡയറ്ററി ഫൈബർ വളരെ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ സാമ്പാറാണ്, ഒത്തിരി വെജിറ്റബിൾസിന്റെ കണ്ടന്റ് ആണ്. 32% ഡെയിലി വാല്യൂലും അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ 12 ഗ്രാംസ്, ബാറ്ററി കുറവാണെങ്കിലും 12 ഗ്രാംസ് ഉണ്ട്. 5%, നമ്മുടെ ഡെയിലി ലിമിറ്റിൽ 5% നമുക്ക് കിട്ടുന്നുണ്ട്. 50% നമ്മുടെ വെയിറ്റിന്റെ 0.8% എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50 ഗ്രാംസ്. ഒരു 60 വയസ്സുള്ള ഒരാളാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രോട്ടീൻ ആവശ്യം. അതുപോലെ വേറൊരു കണ്ടന്റ് ആണ് ഒരു 84 mg കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്, 60% ഓഫ് കൂടുതൽ. അതുപോലെ അയണിന്റെ കണ്ടന്റ്, പൊട്ടാസ്യം കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം സാമ്പാർ പ്ലസ് ഇഡലിയിലുള്ള ചില കോമ്പിനേഷൻസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ഏത് ഫുഡ് ഏത് രീതിയിലാണ് നമ്മുടെ
കോമ്പിനേഷൻ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മളുടെ ഏത് തരത്തിലാണെങ്കിലും ഈ അളവ് നമ്മൾ നോർത്തിരിക്കുക, നമ്മുടെ റേഷ്യോ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് റേഷ്യോ, അതിന് നമ്മളുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചുള്ള ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നതിനോട് നല്ലത്. പിന്നെ ഇതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ ഫുഡിന്റേക്കിനെ കുറിച്ച്, ഇതുപോലെ നമുക്ക് ലഞ്ചിനെ കുറിച്ച് പറയാനുണ്ട്, അതുപോലെ തന്നെ ഡിന്നറിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കും. അപ്പൊ എന്ത് ചെയ്യണം, കൂടുതൽ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുക. തീർച്ചയായും പ്രോട്ടീൻ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീകോൺസ്ട്രക്ട് ചെയ്യും. ഇതെല്ലാം സബ്ജക്റ്റീവ് ആണ്. ഇതിങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ടൈലർമെയ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്, യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ആ കോമ്പിനേഷൻസ് തന്നെ വ്യത്യാസമാണ്. അപ്പൊ ആ കോമ്പിനേഷന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫോർമുല കണ്ടെത്തുക, ഒരു പ്ലേറ്റ് കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കുക. ഇതിന്റെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ലഞ്ചിനെ കുറിച്ചും ഡിന്നറിനെ കുറിച്ചും, അതുപോലെ തന്നെ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിന്റെ കൂടെ ക്വാളിറ്റിയും പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, ഇത് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ന്യൂട്രീഷനെ പോയി ചെന്നവരോട് ഒക്കെ സജഷൻസ് ഒക്കെ ചോദിക്കാം. പക്ഷെ അതിനേക്കാളും കൃത്യമായിട്ട് നമുക്ക് ഏകദേശം ഒരു ഫോർമുലയിലൂടെ കണ്ടെത്താൻ പറ്റും. എപ്പോഴും നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ. അതുപോലെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, നമ്മുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്രയാണ്? ഒരു 18 to 23 റേഞ്ചിലാണ് നമ്മൾ കിടക്കുന്നത്. ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള റേഷ്യോ അത് ശ്രദ്ധിക്കണം. അത് റേഷ്യോ ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തേ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലി സൈസ് എത്രയാണ്? 80, 90 അങ്ങനെ കൊടുക്കുന്ന റേഞ്ച് ഉണ്ടല്ലോ. ആ റേഞ്ച് എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണോ, ഒരു യഥാർത്ഥത്തിലുള്ള സ്ട്രക്ചറിലാണ്, ബോഡി സ്ട്രക്ചറിലാണോ അല്ലയോ എന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടും. അതുപയോഗിച്ച് അതിന്റെ സെക്കൻഡറി പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ബാക്കി നിങ്ങൾക്ക് വിടുകയാണ്. തീർച്ചയായും നമുക്ക് ചർച്ചയിലേക്ക് പോകാം. സോ താങ്ക് യു. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. എനിക്ക് തോന്നുന്നു മിനി മാം എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ. പോയോ? യെസ്, മിനി മാം പറയൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ പറഞ്ഞ ഫിഗറിലൊക്കെ വ്യത്യാസങ്ങളുണ്ടോ? ഇതെല്ലാം നമ്മളുടെ ഗൂഗിൾ ആന്റിയുടെ ഫിഗേഴ്സ്. Sir, I appreciate your work, for the common people. അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നത് വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം. പിന്നെ ചെറിയ ഇപ്പം 4 gram ഇല്ല, 1 gram of carbohydrate is equal to 4 calories, 4 kilocalories, and the same with the protein also. But when it comes to fat, it is 9 kilocalories. Okay. ഞാൻ രണ്ടും 9 ആ പറഞ്ഞല്ലേ? സർ, കാർബോഹൈഡ്രേറ്റിനും 9 ആ പറഞ്ഞത്. ബാക്കി എവറിത്തിങ് ഈസ് ഫൈൻ സർ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മള് അതിന്റെ കൂടെ കോമ്പിനേഷൻ നമ്മളെ പഴയ സ്റ്റൈൽ അല്ല അല്ലെ, പുതിയ ഫുഡ് വരുമ്പോൾ എല്ലാ കോമ്പിനേഷനും. സർ, പുട്ടും പയറുമാണ് നല്ലത്. പയറോ അല്ലെങ്കിൽ കടലക്കറിയോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടലയിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, പയറിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്. പുട്ടെന്ന് പറഞ്ഞാൽ പ്യൂർലി ഇറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ പഴവും കൂടെ അവിടെ ഇപ്പൊ ഇത് വരുന്നില്ല, പ്രോട്ടീൻ വരാത്തത് കൊണ്ട് സെറ്റൈറ്റി വരുന്നില്ല, വേഗം വിശക്കുന്നു. ഷുഗർ പേഷ്യന്റിന് വേഗം ഷുഗർ സ്പൈക്ക് ആവും, കാരണം അതിൽ പ്രോട്ടീൻ വരുന്നില്ല. അപ്പൊ രാവിലത്തെ ഫുഡ് എപ്പോഴും ഒരു പ്രോട്ടീൻ കൂടെ നമ്മൾ അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, മുളപ്പിച്ച പയറൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ്, സാറ് കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഞാന് സാധാരണ മലയാളികളുടെ വീട്ടിൽ കണ്ടിരിക്കുന്ന രാവിലെ പുട്ടും പഴവുമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഷുഗർ പേഷ്യന്റിന് അഭികാമ്യമല്ല.
ബാക്കി പിന്നെ എക്സസൈസും രാത്രിയിൽ ഒന്ന് നടക്കുക, ഒരു 15 മിനിറ്റ്സ് നടക്കുക. ഷുഗർ പേഷ്യൻസ് അതുപോലെ രാവിലെ 45 മിനിറ്റ്സ് നടക്കുക. ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ തന്നെ ഒരു ഇൻസുലിൻ സെൻസിറ്റീവ് വരികയും അവരുടെ ഷുഗർ ഒരു അണ്ടർ കൺട്രോൾ ആവുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്ക് ഒരു പാർട്ടായിട്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. നമുക്ക് പതുക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ക്ലാസ്സുകൾ മിസ്സാകുമ്പോൾ പറയാൻ വേണ്ടി. ഇല്ല സാർ, യു ആർ പെർഫെക്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സാർ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, മോഹൻദാസ് സാർ. ക്ലാസ് ഒക്കെ നന്നായിരുന്നു. ഇനി അറിയേണ്ട ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ഗ്രാമും കലോറിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. നമുക്ക് വേണ്ടത് സാർ പറഞ്ഞൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാർ നേരത്തെ എന്ന് പറഞ്ഞു ഓക്കെ, അതായത് 2 ഇഡ്ഡലി 3 ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം സാമ്പാർ പറഞ്ഞ സാർ പറഞ്ഞു ഒരു കപ്പ് സാമ്പാർ, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുള്ള സാമ്പാർ. ഇനി ഇതിന്റെ കൂടെ വരാനുള്ള ആഡ് ചെയ്യേണ്ടത് ഇന്ന ഐറ്റം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിച്ചാൽ, സാർ നേരത്തെ പറഞ്ഞാൽ മുളപ്പിച്ച പയറ് വെക്കുന്നത് അതിൻ്റെയും കൂടി ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഐറ്റത്തിനും കൂടി ഇതോടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ചുകൂടി ആകും. കാരണം ഈ ഗ്രാം കലോറി നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഇതാക്കാൻ പറ്റില്ല. നമുക്ക് എഡ്യൂക്കേറ്റഡ് ആണ് ഇതെങ്കിലും പോലും ആ ഒരു കൺസെപ്റ്റ് നമുക്കില്ല. സാർ പറഞ്ഞപ്പോൾ 2 ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അതിനോടൊപ്പം അത്രയും തന്നെ ക്വാണ്ടിറ്റികളുടെ സാമ്പാർ എടുത്തു. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വെജിറ്റബിൾസിൻ്റെ എടുക്കുന്നത്. ഇതിന്റെ കൂടെ എന്താ വേണ്ടത്, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ സാമ്പാർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്തത് മുളപ്പിച്ച പയറിന്റെ രീതിയും കൂടി പറഞ്ഞത്, അത് ഇങ്ങനെ മുളപ്പിച്ചെടുക്കണം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വൈകിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ പകലിട്ടിട്ട് രാത്രി അത് തുണിയിൽ നിന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ മുളപ്പിച്ച് വരുമ്പോൾ അത് മതിയോ എന്നുള്ളത് നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ അത് വെറും അതൊരു കഴിക്കാൻ പറ്റില്ല, അതിന് കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇത് മുളപ്പിച്ച പയറിനോട് അല്പം തേങ്ങയോ അങ്ങനെ കിട്ടാണെങ്കിൽ ടേസ്റ്റ് ആകത്തില്ല, അല്ലെങ്കിൽ വേറെ മുളപ്പിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വെറൈറ്റി, അതായത് ആ ഒരു കോമ്പിനേഷൻ കൂടി പറഞ്ഞു തന്നാൽ, ഇപ്പം നേരത്തെ പറഞ്ഞാൽ പുട്ടിന് കൂടെ കടല അല്ലെങ്കിൽ പയർ ഓക്കെ, നമ്മുടെ ചിലപ്പോൾ കൂടെ ടേസ്റ്റ് വേണ്ടി പപ്പടം ചേർക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ പഴം ഒരിക്കലും ചേർക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ ഒരു ഇതായിട്ടുണ്ട്. അപ്പം പുട്ട് ആയി, ഇഡ്ഡലി ആയി, അതിൽ ദോശ വരാണെങ്കിലും ഇഡ്ഡലിയുടെ അതേ ഇത് തന്നെ തോന്നുന്നു, അത് പിന്നെ ഓയിലായിട്ട് വരുന്നുണ്ട്. അതിനൂടെ എന്തൊക്കെ ചേർക്കാം എന്നുള്ളതല്ല. അപ്പം ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഡയറ്റും കൂടെ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അത് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ഇത് ചെയ്യണ്ട, നമ്മൾ ഈ കോമ്പിനേഷൻ മാറ്റുക. ഒരു ദിവസം സാമ്പാറും ഇഡലി ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അതിന് ഓക്കെയാണ്. അടുത്ത ദിവസം നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പയറ് മുളപ്പിച്ചതും അതിനോട് കൂടി ചേർന്ന കോമ്പിനേഷൻ ഉപയോഗിക്കാം. അത് സാൻഡ്വിച്ച് പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഇങ്ങനത്തെ കോമ്പിനേഷൻസ് മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ്. എല്ലാ ദിവസവും അത് തന്നെ കഴിക്കണമെന്നില്ല, എല്ലാ ദിവസവും മുളപ്പിച്ച പയറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് സാറി പറഞ്ഞല്ലോ, ഇഡ്ഡലി, ദോശ, പുട്ട്, ഭൂരി, ചപ്പാത്തി, ഈ ഒരു ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ഐറ്റംസ് മിനിമം അതുകൂടെ വന്നിരിക്കണം എന്ന് പറഞ്ഞുള്ള ആ ഒരു ഷെഡ്യൂൾ തന്നാൽ മതി, ആ ഒരു ടേബിൾ തന്നാൽ മതി. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമുക്ക് പഴം കഴിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ രാവിലെ പഴത്തിന്റെ ഒരു ഇൻടേക്ക് എടുക്കാം. പഴം അത് നമ്മൾ ശ്രദ്ധിക്കണം, ഷുഗർ ആണോ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറ്റേ മോറിസ് അല്ലെന്നുണ്ടെങ്കിൽ ആ പച്ചപ്പഴം മാത്രമേ അത് പഴുത്ത് വരുന്ന ഫസ്റ്റ് ഡേ പഴമേ കഴിക്കാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നമ്മളുടെ ശരീരത്തിലെ രോഗത്തിന്റെ നിലവാരത്തിൽ നിന്ന് മാത്രമേ നമ്മൾ സ്വീകരിക്കൂ. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പം കണ്ടീഷൻസ്, പിന്നെ അപ്പൊ ഷുഗർ കഴിക്കാൻ വേണ്ടി പഴങ്ങൾ മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ വെജിറ്റബിൾ, ആ വെജിറ്റബിൾസും കൂടി എടുത്തതിന് ശേഷം സാർ എടുക്കുന്ന ഡെയിലി ഫുഡ് എടുക്കും, ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. പിന്നെ സാറിന്റെ ബോഡി BMI നോക്കും, സാറിന്റെ വെയിറ്റ് നോക്കും, ക്രമാതീതം കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. ഇത് ഒത്തിരി നമ്മളുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആഴ്ചയിൽ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നമ്മൾ സാമാന്യ ബോധത്തിൽ എത്താൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രാവിലെ രാവിലെ 3 രീതി കഴിക്കാം. ഒന്ന് ഫ്രൂട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും കഴിക്കാം, അതിനകത്ത് നട്ട്സ് ആകാം, ഒക്കെ ആകാം. ഇപ്പൊ നമ്മൾ അറിയത്തില്ലേ, നമ്മള് പംകിന്റെ ഉപയോഗിക്കുന്ന അതിന്റെ എത്ര പവർഫുൾ ആണ്, എന്തൊക്കെയാണ് അത് തരുന്നത്, അതിന്റെ കണ്ടന്റ്, അതിനെ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് എടുക്കാം. ഈ സീഡുകൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല, ഇത് ഡെയിലി അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും മത്തങ്ങയൊക്കെ പൊളിക്കാറുണ്ട്, പക്ഷെ നമ്മൾ സീഡൊന്നും ഉപയോഗിക്കാറില്ല, അതൊക്കെ വേസ്റ്റിന്റെ കൂടെ അങ്ങ് പോവുക ചെയ്യുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് സീഡാക്കി പാക്ഡ് ആക്കി തരുന്നുണ്ട്. പാക്ഡ് ഫുഡ് വരുമ്പോൾ അതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അഡിക്റ്റീവ്സ് അതിൻ്റെ അകത്ത് വരും. അത് നമ്മുടെ ശരീരത്തിന് ഒരു അസിഡിക് നേച്ചറിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ നിന്ന് സുലഭമായി വരുന്ന രീതിയിലുള്ള
ഏറ്റവും ഇപ്പോൾ നമ്മൾ എന്താ പറയുക കുക്കുംബർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഷുഗർ പ്രശ്നമുള്ളതല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് നമ്മൾ നോക്കുക. നമ്മുടെ ഡെയിലി നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് തീരുമാനിക്കുക ഏതൊക്കെ ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാം, ഏതൊക്കെ വെജിറ്റബിൾസ് എനിക്ക് കഴിക്കാം, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇൻടേക്ക് എത്രമാത്രം വേണം. 2 ദോശ വേണം, 3 ദോശ വേണം, അതിന്റെ കൂടെ സാമ്പാർ അല്ലെങ്കിൽ അതെങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ചിക്കൻ റൈസ് പറയുമ്പോൾ ഒത്തിരി കാലറി കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം കുറയ്ക്കുന്നത് നന്നായിരിക്കും. മുളപ്പിച്ച പയറാണെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് അതാണ് ഇച്ചിരി ബെനിഫിറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഒരു ദിവസം കടല ആണെങ്കിൽ മുളപ്പിക്കുക, ഒരു ദിവസം നമ്മൾ ചെറുപയർ മുളപ്പിക്കുക, വൻപയർ മുളപ്പിക്കുക, അങ്ങനെ മാറ്റി ഉപയോഗിക്കുക. എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിക്കുന്ന ഒരിക്കലും പ്രായോഗികമല്ല, അത് നല്ലതല്ല. എപ്പോഴും നമ്മൾ ഫുഡ് മാറി കഴിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അതൊരു കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ സെൽഫ് ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം രോഗത്തിന്റെ അവസ്ഥയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, എന്ത് കഴിക്കാമെന്ന് കൺസൾട്ട് ചെയ്ത്. പിന്നെ നമുക്കറിയാം എന്ത് കഴിച്ചാലും നമ്മൾക്ക് ഒരു 20-30 ഡേയ്സ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ എഫക്ട് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതൊരു റുട്ടീനാക്കി മാറ്റുക. ആ റുട്ടീനിൽ നമ്മൾ വരുമ്പോൾ അതൊരു ഹാബിച്വൽ പ്രോസസ്സായിട്ട് നമ്മുടെ ബോഡി ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും, കൃത്യമായിട്ട് മെസ്സേജ്. ചിലർക്ക് ചില ഫുഡ് കഴിച്ചാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലതാണ് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല എന്ന് പറയും. തോന്നാത്തത് എന്താണ്? ബ്രെയിനല്ല, നമ്മുടെ സ്റ്റൊമക്കിലുള്ള മൈക്രോബയോംസിന്റെ ആ സ്ട്രക്ചർ നമ്മളെ ആ ഫുഡ് ആ ടേസ്റ്റിനോട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ വിൽ പവർ ഉപയോഗിക്കും. മനസ്സല്ല, നമ്മളാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു തലവും കൂടെ നമ്മളിവിടെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാവോ? എല്ലാവരും ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. പറഞ്ഞോളൂ. അതായത് സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫുഡില് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് സാർ പറഞ്ഞത്. അതൊക്കെ വളരെ ശരിയായ കാര്യമാണ്. ഇനി ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം പല തിയറീസ് ഉണ്ട്. ഞാൻ കുറച്ചാൾ അക്യുപങ്ക്ചർ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ തിയറിയിൽ പറയുന്നത് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക, തൃപ്തിയാകുമ്പോഴും കഴിക്കുക. അതാണ് അക്യുപങ്ക്ചറിലെ പ്രിൻസിപ്പിൾ. അതുപോലെ ദാഹിക്കുമ്പോൾ ദാഹം മാത്രം തീരാനുള്ള വെള്ളം കുടിക്കുക. അത് പറയുന്നുണ്ട്. ചുണ്ടിന്റെ ദാഹം, വായയുടെ ദാഹം, തൊണ്ടയുടെ ദാഹം, വയറിന്റെ ദാഹം. ചുണ്ട് വെള്ളം ചുണ്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി. അത് ഓരോ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വായയുടെ ദാഹത്തിന് വായിൽ വെള്ളം വായി കൊണ്ടിട്ട് തുപ്പിക്കളഞ്ഞാൽ മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ തൊണ്ടയുടെ വയറിന്റെയും ദാഹത്തിന് നമ്മൾ വെള്ളം കുടിക്കുക, ദാഹം തീരുന്നോളാം അത്രയും. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കാനാണ് പറയുന്നത്. വിശപ്പനുസരിച്ച് മനുഷ്യൻ മാത്രമേ ഉള്ളൂ സമയം നോക്കി ആഹാരം കഴിക്കുന്നുള്ളൂ. മറ്റു മൃഗങ്ങളെല്ലാം വിശക്കപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. രാത്രി കണ്ണ് കാണുന്ന മൃഗങ്ങളാണ് രാത്രി ആഹാരം കഴിക്കുന്നത്. നമ്മൾ രാത്രി കണ്ണ് കാണാത്ത ജീവികളായതുകൊണ്ട് നമ്മളുടെ ദഹനരസങ്ങൾ പകൽ സമയത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാറിന്റെ ക്ലാസ് അനുസരിച്ച് നമ്മൾ എല്ലാ കോമ്പിനേഷൻസും ചേർത്ത് കഴിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. എല്ലാ വെജിറ്റബിൾസും വാങ്ങിച്ചിട്ട് എല്ലാത്തിനും പല കോമ്പിനേഷനിൽ, എല്ലാ പച്ചക്കറിയും വാങ്ങിച്ചിട്ട് അത് പല കോമ്പിനേഷനിൽ ഒരു അവിയൽ പോലെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചിലപ്പോൾ ചെറുപയർ ചേർക്കാം, ചിലപ്പം പരിപ്പായിരിക്കും, ചിലപ്പോൾ നിലക്കടല ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമാണ്, വളരെ ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും നമ്മൾ മടുക്കുകയില്ല. അതുപോലെ തന്നെ ചെറുപയർ കഞ്ഞി കുടിക്കാം, വയറ് നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ മുതിരക്കഞ്ഞി, ഇതൊക്കെ വയറിന് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. വയറിന് നല്ല സുഖവും നമുക്ക് നല്ല ആരോഗ്യവും നല്ല ന്യൂട്രീഷ്യസ് തന്നെ. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. ഒരു കെട്ടിടം എന്തുകൊണ്ട് പണിയുന്നുവോ അതുപോലെ വേണ്ട മെറ്റീരിയൽസ് ചേർത്ത് പണിയുമ്പം അതിന് ബലമുള്ളതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രിയൻസ് ഉൾക്കൊള്ളിച്ചുള്ള ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരവും ബലവത്തായി തീരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ തന്നെ ഒരു വായിലെ ഓറൽ അൾസേഴ്സ് വളരെ സിവിയറായിട്ട് ഉണ്ടായിരുന്ന ഓറൽ അൾസേഴ്സ് ഇതുപോലെ ആഹാര ക്രമീകരണത്തിൽ മാത്രം ഞാൻ 1 മാസം അടുപ്പിച്ച് ബി കോംപ്ലക്സ് ഇഞ്ചക്ഷൻ എടുക്കുക. എന്നിട്ട് പോലും മാറാതിരുന്ന അവസാനം എൻ്റെ ഈ ആഹാര ക്രമീകരണത്തിലൂടെ മാത്രം പൂർണ്ണമായിട്ടും മാറി. അപ്പം ഇങ്ങനെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആഹാരം തന്നെ ഔഷധമായി മാറും. സാറ് പറഞ്ഞ പോലെ അടുക്കള ആശുപത്രിയായി മാറും, പാചകം ചെയ്യുന്നയാള് വൈദ്യനുമായി മാറും. താങ്ക് യു മാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ കണ്ണു തുറപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ
ഓക്കെ, വേറെ ആരുള്ള? ശോഭന മാം. നന്നായിരുന്നു സാറ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയായിട്ട് വിളമ്പി എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ഉപ്പുമാവിന്റെ കാര്യം രാവിലെ നമുക്ക് എടുക്കാവുന്ന ഒരു സാധനമാണ്, എളുപ്പമാണ്. അപ്പൊ അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ചെറുപയർ മുളപ്പിച്ചതും ഒക്കെ അതിനകത്തിട്ട് കഴിക്കാറുണ്ട്. അത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ മില്ലറ്റ് കഞ്ഞി പഴങ്കഞ്ഞി കുടിച്ചാൽ വളരെ നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും അഭിപ്രായം. അതിന് അധികം കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുള്ള ഇതാണ് മില്ലറ്റിൽ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പൂരിയൊക്കെ നമ്മൾ രാവിലെ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, എണ്ണയുടെ അതിപ്രസരം കൊണ്ട്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഉപ്പുമാവില് ഗ്ലൂട്ടന്റെ സാധ്യതകളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഗോതമ്പ്. അപ്പൊ നമുക്ക് മാക്സിമം ഇങ്ങനത്തെ ഇതെല്ലാം നമ്മളെ അസിഡിറ്റി ആക്കി മാറ്റും. അതാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നതാണ് രോഗം നമ്മളിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു രീതി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ജോർജ് സാറേ പറ. താങ്ക് യു സർ, താങ്ക് യു. പതിപോലെ ഒത്തിരി ഇൻഫർമേഷൻസ് സാർ തന്നത്. ഇങ്ങനെയുള്ള പല ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട് തന്നെ ഞാനും ആഹാര രീതിയിൽ പരമാവധിയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എടുക്കാറുണ്ട്, സാധ്യമാകുന്നിടത്തോളം. 3000 വർഷം മുമ്പ് വാക്പടൻ പറഞ്ഞ ഒരു വാക്യം, ആഹാരം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധം ആവശ്യമില്ല, ആഹാരം പഥ്യമുള്ളതല്ലെങ്കിൽ ഔഷധം കൊണ്ട് ഫലവുമില്ല എന്ന അദ്ദേഹം പറഞ്ഞ ഒരു കോട്ട് പലപ്പോഴും ഇങ്ങനെ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. ഞാനും ഇത് പറഞ്ഞു ഓർത്തു പോകാറുണ്ട്, വീട്ടിലും പറയും ഇടയ്ക്കിടയ്ക്ക്. കാരണം ചില വിരുദ്ധ ആഹാരങ്ങൾ പ്രശ്നക്കാരാ, അത് അറിഞ്ഞു ഒഴിവാക്കാൻ നമ്മൾ അറിയാറില്ല. കാരണം ചിലയിടത്ത് നമുക്ക് നിയന്ത്രണമില്ലല്ലോ. ചില സദ്യക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചു കയറ്റാനുള്ള വിധത്തിലാണ്, സമ്മർദ്ദതന്ത്രം പോലെയാണ്. വിളമ്പി തരുന്നതാണേലും നിരത്തി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നടക്കുമ്പോ നമ്മളെ ഓരോരുത്തരും കുറ്റപ്പെടുത്തും, ഇതെന്തൊരു പാട് എന്നുള്ള വിധത്തിൽ. അപ്പോ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ വേറെ രക്ഷയില്ല. അതുപോലെ നാച്ചുറൽ ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലം വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം സിന്തറ്റിക് പ്രൊഡക്റ്റുകളാണ്. അതെല്ലാം അതിജീവിക്കാനുള്ള ആ ഒരു കരുത്ത് പരമാവധി ശ്രമിക്കുക, നോക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ഇൻപുട്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ട് എന്നുള്ളത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സയൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ശ്രദ്ധിക്കാനേ പറ്റൂ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാർ അന്ന് വിരുദ്ധാഹാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു പോയിന്റ് പറയാണ്. വിരുദ്ധാഹാരം എന്ന് പറയുമ്പോൾ ഈ തൈരും ഇറച്ചി, തൈര്, മീന് ഇത് ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയും. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവണത, അതുകൊണ്ട് വരുന്ന അസുഖങ്ങൾക്ക് അലോപ്പതിയിൽ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റേ ഉള്ളൂ. അതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ആ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് സേഫ്റ്റി, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ തോരൻ ഏത് സാധനങ്ങളാണേലും തീർക്കാൻ ശ്രമിക്കുക. മാസങ്ങളോളം വെച്ച് ഭക്ഷിക്കാതിരിക്കുക. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, ടപ്പർവെയറിന്റെ ഒക്കെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൈക്രോ ഓർഗാനിസം വരാതെ സൂക്ഷിക്കുന്നതാണ്. അത് ഫുഡ് സേഫ്റ്റി, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പം ഈ 2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തു. താങ്ക് യു സർ. പക്ഷെ മാം പറഞ്ഞ ആ ഒരു പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സദ്യക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മാർഗവും ഇല്ല. എത്ര മോശമാണ്. അതുപോലെ ഫുഡിൽ കളറൊക്കെ കൊടുക്കുന്നത്, ഭംഗി കിട്ടാൻ വേണ്ടി ഫുഡ് കളർ കൊടുക്കുന്നതൊക്കെ സത്യത്തിൽ ഒരു വലിയ സമൂഹത്തെയല്ലേ നശിപ്പിച്ച് കളയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഷ്യസ്നെസ് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അകത്ത് വരുന്നത്. യെസ്, വേറെ ഹരി സാർ, സ്നേഹലത മാം. താങ്ക് യു സാബു സാറേ. വളരെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ടോ ഹരി? ഉണ്ട് സാറേ, കഴിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒരുപാട് സാറിന്റെ എഫേർട്ട്. താങ്ക് യു സോ മച്ച് സാർ.
പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കൺട്രോൾ കഴിഞ്ഞൊക്കെ കഴിക്കും ചിലപ്പോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കലോറി സാർ പറഞ്ഞ പ്രോട്ടീൻ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയും. പിന്നെ നമ്മുടെ ഈ സ്റ്റൊമക്കിലൊക്കെ ഉള്ള ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമെന്ന് സാർ പറഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. സാർ ഞാൻ പറയട്ടെ ആ സാർ ഈ മൈദയുടെ അതിപ്രസരം അതിനെ കുറിച്ച് സാറ് പറഞ്ഞായിരുന്നോ? പൊറോട്ട അതിനെ കുറിച്ച് പറയണ്ട, നമ്മൾ അത് കൈവിട്ടു പോകുന്ന ഈ പൊറോട്ടയാണ് കുട്ടികൾക്കെല്ലാം അങ്ങ് ഇഷ്ടം. പൊറോട്ട, ബേക്കറി ഫുഡ്സ് എല്ലാം, ബേക്കറി എല്ലാം. പിന്നെ ഈ പ്രോട്ടീനും കൂടെ വേണം ഭക്ഷണത്തിൽ, കാർബിന്റെ കൂടെ. ആ ഒരു തരത്തില് എല്ലാ ഫുഡും കഴിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ, എനിക്ക് ഡയബറ്റിക് ഒക്കെ നല്ല കുറഞ്ഞായിരുന്നു. US-ലായിരുന്നപ്പോ അവര് കാർബുള്ള ഫുഡിന്റെ കൂട്ടത്തിൽ കാർബുള്ളത് തീരെ കുറച്ചിട്ട് എപ്പോഴും ഒരു പീസ് ബ്രെഡ്, അവക്കാഡോ, ഒരു മുട്ട, ഇതായിരിക്കും മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. ആ രീതിയിൽ പോയപ്പോ എനിക്ക് നല്ല 100-120 നിന്ന് ഡയബറ്റിക്സ്. ഇവിടെ വന്നപ്പോ എനിക്ക് 200 ഇവിടെ ആ ഫുഡൊന്നും കിട്ടാനില്ല, അതാ കാര്യം. ഇവിടെ വരുമ്പോ നമ്മൾ ഇവിടുത്തെ രീതി അനുസരിച്ച് കഴിച്ചു. ഇവിടുത്തെ രീതി എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ വെക്കാനൊക്കെ. പക്ഷെ അവിടെ നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ പാർട്ട് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊരു സബ്ജക്ട് എക്സ്പീരിയൻസ് ആണത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മറ്റുള്ളവര് ചെയ്യുന്ന പോലെയോ കണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തേണ്ടടുത്ത് എത്തും. എത്തേണ്ടടുത്ത് എത്തും എന്നല്ല, ശരിക്കും പ്രശ്നം അതല്ല. ഒത്തിരി പൈസ നമ്മള് ഈ ഹോസ്പിറ്റലിലും ഒക്കെ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത് അറിഞ്ഞുകൊണ്ട്. നോർമലി അങ്ങനെ സംഭവിക്കാറുണ്ട്, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളുടെ ഈ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധിക്കും. ഓക്കെ, ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? എലിക്കുട്ടി മാം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തായിരുന്നല്ലോ. ഞാൻ ഫോൺ എടുത്തപ്പം അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് ഡോക്ടർ എന്നൊക്കെ കണ്ടപ്പോ ഞാന് ഒന്നങ്ങ് കേറിയത്. ഭക്ഷണമാണ് മരുന്ന്. ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അത് സാബു സാറ് അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ കയറിയത്. സാർ ഇത്രയും പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വലിയ ആഗ്രഹമുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അവസരം കിട്ടാറില്ല ക്ലാസ് എടുക്കാനേ. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മളത് വിട്ടുപോകും. ഇന്നിപ്പോ വളരെ കുറെ നാളായിട്ട് എന്റെ ഒരു കുറച്ചുകൂടെ പ്രായോഗികം. അപ്പൊ മോഹൻദാസ് സാർ പറഞ്ഞ പോലെ ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പറയണമെങ്കിൽ ഗ്രാമിന്റെ രീതിയിൽ വന്നാൽ അതിനെ നമുക്കൊന്ന് ഒരേപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ശ്രമം നടത്തിയത് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ നടന്നു എന്ന് എനിക്ക് തോന്നുന്നു. പറയുമോ? അതുപോലെ നമ്മൾ ഈ ആൽക്കലൈൻ മോഡിലുള്ള ഫുഡിലേക്ക് ഒരു സൈഡ് അസിഡിറ്റി അധികം ഉണ്ടാകാതെ ആൽക്കലൈൻ മോഡിലേക്ക് നമ്മളുടെ ഫുഡ് സ്റ്റൈല് മാറ്റുകയാണെങ്കിൽ തന്നെ അസുഖങ്ങൾ ഒരുപാട് കുറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള ലൈഫാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ളവരോട് ഫോളോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷെ വീട്ടിൽ മാത്രം ഇതൊന്നും പറയാനോ ചെയ്യാനോ ഒന്നും അനുവാദമില്ല. അവരുടേതായ സ്റ്റൈല്, പിന്നെ നമ്മൾ നമ്മുടേതായ സ്റ്റൈല്, ജീവിത ശൈലിയിലും ആഹാര കാര്യങ്ങളിലും നിങ്ങൾ എത്രമാത്രം ദരിദ്രരായിരിക്കുന്നുവോ അത്രയും നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കും എന്നുള്ളത് ഒരു അടിസ്ഥാന ശാസ്ത്രമായിട്ട് നമ്മൾ മനസ്സിൽ കരുതുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമുക്ക് നല്ലത്. അതെ, നമ്മുടെ മനസാക്ഷി കുത്തില്ലാതെ ജീവിക്കാം. അതെ. പിന്നെ ആശുപത്രിയിൽ പോകുന്ന കാര്യം തന്നെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരാൾ രോഗിയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് അനുഭവിക്കേണ്ട വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപകാരമുള്ളത്, വളരെ പ്രയോജനപ്രദമായിരുന്നു. അതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കഴിച്ചാൽ നമുക്ക് വിശക്കാതെ താമസിക്കും.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ പുട്ടിപ്പോ ഒരു സാർവദേശിക ഭക്ഷണമല്ലേ. എവിടെ ചെന്നാലും പുട്ട് ചിക്കന്, പണ്ടത്തെ സ്റ്റൈലൊക്കെ പോയിട്ട് പുട്ട് ചിക്കന്, പുട്ട് ബീഫ്, ആ സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. ആവിയിൽ വരുന്നത് വളരെ നല്ലതാണെന്നുള്ള ഒരു പുതിയ ന്യൂ ജനറേഷൻ ട്രെൻഡ് ഉണ്ടായിരുന്നു. ആവിയിൽ പുഴുങ്ങുന്നത് ബെസ്റ്റ് ആയിരിക്കും. അത് ശരിയാണ്. പക്ഷെ അതിന്റെ കോമ്പിനേഷൻ ആണ് പ്രശ്നം. പുട്ട് നല്ലതാണ്. കോമ്പിനേഷന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടെ ഒന്നിച്ച് ചെന്ന് കഴിയുമ്പോ അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതിപ്പോ ഉണ്ടല്ലോ സാറേ, നമുക്കൊക്കെ അല്ലെങ്കിൽ ഒരു എബവ് 50 ഉള്ളവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലാത്തവര് നിങ്ങൾ കുറെ പഴയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പോയി പാടുന്നു. പുട്ടിനകത്ത് 50 ഗ്രാം 30 ഗ്രാമും കാർബോഹൈഡ്രേറ്റും ഫൈബർ, പ്രോട്ടീൻ 2.9 ന്യായമായിട്ടുണ്ട്. നല്ല കണ്ടന്റാണ്. പക്ഷെ അതിന്റെ കൂടെ കോമ്പിനേഷൻ ആണ്. പുട്ടിന്റെ കൂടെ ഈ മുളപ്പിച്ച കടലയും കൂടി ആണെങ്കിലോ അല്ലെങ്കിൽ പയറാണെങ്കിലോ അപ്പൊ ഡബിൾ ഇഫക്റ്റ് ആയി, എല്ലാം കിട്ടും. ആ കോമ്പിനേഷൻ ആണ് നമ്മളൊന്ന് ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് പഴം ഒരു വീക്ക് പോയിന്റ് ആണ്. അതിന്റെ കൂടെ ഒരു പപ്പടവും കൂടെ വെക്കും അല്ലെ? അതിന്റെ കൂടെ അതെ, പുട്ട്, കടല, പപ്പടം. കടല ഒക്കെയാണ്. പക്ഷെ എന്നിട്ട് പിള്ളേർക്ക് അലർജിയാണ്, ശ്വാസം മുട്ടലാണ് എന്ന് പറഞ്ഞ് എപ്പോഴും പോവുകയും ചെയ്യാം. ഓക്കെ, ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? താങ്ക് യു സാബു സാർ. ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തായിരുന്നല്ലോ, നല്ല ക്ലാസ് ആയിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ഞാൻ എടുത്തതും റീസൺസ് ഓഫ് ഡിസീസസ് ആൻഡ് ഇറ്റ്സ് റെമഡീസ് എന്നാണ്. ഓക്കെ, വെരി ഗുഡ്. ജ്യോതി മാം കേൾക്കുന്നുണ്ടോ? അബ്ദുറഹീം സാർ ഉണ്ടോ? ജോഷി സാർ, മോഹൻദാസ് സാർ എല്ലാം എനിക്ക് അയച്ചിട്ടുണ്ടല്ലോ അല്ലേ നാളത്തേക്ക്? ശരി, ഞാൻ നോക്കാം. ഓർഡർ അനുസരിച്ച് എടുത്താൽ പോരെ? ഓർഡർ അനുസരിച്ച് എടുത്താൽ പോരെ? നാളെ നമുക്ക് തിരുക്കുറളാണ്. അതിന്റെ 3ാമത്തെ ഭാഗമാണ്. തമിഴിന്റെ വലിയൊരു സംഭാവന, ലോകത്തിന് മുഴുവൻ ഉള്ള ഒരു ആത്മീയ സംഭാവനയാണ് തിരുക്കുറൾ അല്ലെ? അപ്പൊ അത് മോഹൻദാസ് സാറാണ് എടുക്കുന്നത്. അതിന്റെ 3ാമത്തെ ക്ലാസ് ആണ് നാളെ. ആദ്യത്തെ 2 സെഷൻസ് നമ്മൾ എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ജ്യോതി മാമിനെ പറയുന്നോ, കേട്ടിരുന്നോ? നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഉപകാരമുള്ള ക്ലാസ് ആണ്. കുറെ കാലത്തിനിടയ്ക്ക് പെട്ടെന്ന് തിരക്ക് മക്കളെ ഫോൺ വന്നിട്ട് അപ്പൊ അതിലേക്ക് പോയി. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. മോഹൻദാസ് സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ തിരുക്കുറൾ കേൾക്കാം. ഓക്കെ, താങ്ക് യു. സീ യു.